ലിസ്സിയുടെ ജീവിതം. അമ്മയുടെ മരണത്തോടെ മാർട്ടിൻ കുടുംബത്തിൽ വന്ന ശൂന്യത കുട്ടികൾക്ക് അനുഭവപ്പെടാതിരിക്കുവാൻ 1877 നവംബർ മാസത്തിൽ ലിസ്സുവിലേക്ക് മാറി താമസിച്ച ശേഷം പിതാവ് ലൂയി മാർട്ടിനും അമ്മാവൻ ഇസിദോറും അമ്മായി സെലിനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആത്മീയമായ ഒരു അന്തരീക്ഷം അവിടെ നിലനിർത്തുവാൻ അവർ ശ്രമിച്ചിരുന്നു. ധ്യാനാത്മകമായി ചിന്തിക്കുവാൻ തുടങ്ങിയ നാൾ മുതൽ കൊച്ചുത്രേസ്യ ക്രിസ്ത്യാനികരണം വായിക്കാൻ തുടങ്ങി. ആ ഗ്രന്ഥത്തിലെ ഓരോ വാക്യങ്ങളും തനിക്ക് വേണ്ടി മാത്രമായി ഗ്രന്ഥകാരൻ എഴുതിയതാണെന്ന് അവൾക്ക് അനുഭവപ്പെട്ടു. ദൈവരാജ്യം നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നു. ദുഷിച്ച ഈ ലോകത്തെ വെടിഞ്ഞ് പൂർണ്ണ മനസ്സോടെ ദൈവത്തെങ്കിലേക്ക് തിരിയുക. അപ്പോൾ നിന്റെ ആത്മാവ് സമാധാനം കണ്ടെത്തും. ആ ഗ്രന്ഥം പലപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവളെ സ്പർശിച്ച മറ്റൊരു പുസ്തകമായിരുന്നു ലോകാവസാനവും വരാനിരിക്കുന്ന ലോകത്തിൻ്റെ രഹസ്യാത്മകതയും. അതിനുശേഷം ചരിത്രത്തെയും ശാസ്ത്രത്തെയും സംബന്ധിച്ച പുസ്തകങ്ങൾ അവൾ വായിക്കുവാൻ തുടങ്ങി. തൻ്റെ ചെറുപ്പകാലത്തെ അനുസ്മരിച്ചുകൊണ്ട് കൊച്ചുത്രേസ്യ പിന്നീട് എഴുതി, എൻ്റെ ശൈശവകാലം മുഴുവൻ സ്നേഹം കൊണ്ട് സമാവരണം ചെയ്യുവാൻ നല്ല ദൈവം തിരുമനസ്സായി. മാർട്ടിൻ കുടുംബത്തിലുണ്ടായിരുന്ന കൂട്ടപ്രാർത്ഥനയെപ്പറ്റി അവൾ ഓർമ്മിക്കുന്നു. പിന്നെ നമ്മൾ കൂട്ടപ്രാർത്ഥനയ്ക്കായി മുകളിൽ പോകും. കൊച്ചുറാണി മാത്രമേ രാജാവിനോട് അടുത്തിരിക്കുകയുള്ളൂ. പുണ്യവാന്മാർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് നോക്കി മനസ്സിലാക്കുക മാത്രമാണ് അവളുടെ ജോലി. തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെയും ചേച്ചിമാരുടെയും ഒപ്പമുള്ള ചെറുപ്പകാലത്തെ സുന്ദര ദിനങ്ങളെക്കുറിച്ച് കൊച്ചുത്രേസ്യ ഓർമ്മിക്കുന്നു. ആ പ്രായത്തിലായിരുന്നല്ലോ ഞങ്ങൾ തികച്ചും നിഷ്കളങ്കരായിരുന്നത്. പ്രഭാതത്തിലെ മഞ്ഞുതുള്ളികൾ ലഭിക്കുന്ന നഷ്ടപ്പെട്ട പുഷ്പം പോലെ ഞങ്ങളുടെ ആത്മാവ് പൂർണ്ണമായ ശോഭയോടെ വികസിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ അല്ലികൾ ഒരേ ഇളങ്കാറ്റിൽ ചാഞ്ചാടി ഒരുവൾക്ക് സന്തോഷമോ അഥവാ ദുഃഖമോ വരുത്തുന്നതൊക്കെയും അതേസമയം തന്നെ മറ്റവളെയും അതുപോലെ തന്നെ ബാധിച്ചിരുന്നു. അവൾ ഒരിക്കൽ അപ്പച്ചനോടൊപ്പം നടക്കാനിറങ്ങിയപ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ കൊണ്ട് ടി എന്ന അക്ഷരമായി ത്രേസ്യയ്ക്ക് ദൃശ്യമായി. നോക്കൂ അപ്പച്ച, സ്വർഗത്തിൽ എൻ്റെ നാമം എഴുതപ്പെട്ടിരിക്കുന്നത്. ഭാവിയിൽ നടക്കാനിരിക്കുന്ന സത്യങ്ങളിലേക്ക് അവൾ വിരൽ ചൂണ്ടുകയായിരുന്നു. വൈകുന്നേരം അപ്പച്ചനോടൊപ്പം നടക്കുവാൻ പോകുമായിരുന്ന കൊച്ചുറാണി പല ദിവസവും ലിസ്സുവിലെ കർമ്മരമഠത്തിൻ്റെ ചാപ്പലിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കൽ അപ്പച്ചൻ പറഞ്ഞു, കൊച്ചുറാണി നോക്കൂ, ഈ ഇരുമ്പുവേലിക്കകത്താണ് കന്യാസികൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഭാവിയിൽ തനിക്കായി ഈശോ ഒരുക്കിയിരുന്ന ആത്മീയ ആരണ്യമാണ് അതെന്ന് അവൾ സ്വപ്നം കണ്ടിരുന്നുവോ? പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.